അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അച്ഛൻ ഇന്ന് ഒരു സാധനം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അച്ഛനോട് തന്നെ ചോദിച്ചു നോക്കാം. എന്താണ് അച്ഛാ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇന്ന് നല്ലൊരു ഫെർട്ടിലൈസർ ആയിട്ട് തന്നെയാണ് ഫെർട്ടിലൈസർ അല്ലേ, വളം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടുക്കിലുള്ളത് നമ്മൾ രാത്രി കടല വെള്ളത്തിലിട്ടായിരുന്നു. ഓക്കെ, നമ്മുടെ മണിക്കടല കടലക്കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ വെള്ളം മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് കഴുകിയ വെള്ളമാണ് കേട്ടോ അത്. ഓക്കെ, കടല വെള്ളം. പിന്നെ ഇത് കഞ്ഞിവെള്ളം. ഓക്കെ, ഇത് കടലപ്പിണ്ണാക്ക്. ഈ മൂന്നും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ലൊരു ജൈവവളമാണ്. ഓക്കെ, കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് മെത്തേഡ് വളരെ സിമ്പിളാണ്. മൂന്നും കൂടി നമ്മൾ വെള്ളം, അതായത് ഇത് 1 ലിറ്റർ ഉണ്ട് കേട്ടോ, ഇത് 1 ലിറ്റർ ഉണ്ട്, ഇത് 1 ലിറ്റർ ഉണ്ട്. ചില വ്യൂവേഴ്സ് അതിൻ്റെ ക്വാണ്ടിറ്റി പറയാനായിട്ട് ചില കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടി ഇനി പറയാം. ചില സമയങ്ങളിൽ ഞാൻ മറന്നു പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് 1 ലിറ്റർ ഉണ്ട്, ഇതും 1 ലിറ്റർ ഉണ്ട്, ഇതൊരു 100 ഗ്രാം ഉണ്ട് കേട്ടോ. ഓക്കെ, കടലപ്പിണ്ണാക്ക് 100 ഗ്രാം, 1 ലിറ്റർ കടലവെള്ളം, ഇത് 1 ലിറ്റർ കഞ്ഞിവെള്ളം. ഇത് മൂന്നും കൂടി നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടാണ്. ഇനി റേഷ്യോ അതിന് അനുപാതികമായിട്ട് കൂടുതൽ വേണോ ആ രീതിയിൽ അവർക്കത് കൂട്ടിയെടുക്കുകയും ചെയ്യാം. ഇതിന് നേരെ ഇരട്ടിയാക്കുക കുറയ്ക്കുക എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്താൽ മതി. പിന്നെ ഇത് കഞ്ഞിവെള്ളം എന്ന് കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, ചെടികൾക്ക് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് കാർബോഹൈഡ്രേറ്റ്. പിന്നെ ഇത് കടലവെള്ളം, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അതിൻ്റെ കലവറയാണിത്. ഓക്കെ, പിന്നെ ഇത് കടലപ്പിണ്ണാക്ക് ജൈവവളമാണ്. അതിൻ്റെ വേരുകളുടെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇത് മൂന്നും വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള പ്രോട്ടീൻസ് മൂന്നും അടങ്ങിയിരിക്കുന്നത്. ഓക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് എന്താ, ഇതിനെ മൂന്നിനും നമ്മൾ ഒരു ഇത് എക്സ്ട്രാ വെള്ളം ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ഇത് രണ്ടും വെള്ളമാണ്. അതിൽ ഈ പിണ്ണാക്ക് ഇട്ടിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നു. 3 ദിവസം കഴിയുമ്പോൾ ഉണ്ടല്ലോ, 3 ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെ കുതിർന്നിട്ട് അവൻ ഇത് ഇനി നൈട്രജൻ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലയാണ്, എന്താ വാഴത്തണ്ട്, വാഴേൻ്റെ ഇല കണ്ടിച്ചിട്ടാലും മതി. നല്ലതാ. NPK വളം നമ്മൾ ഉണ്ടാക്കി അന്ന് നമ്മൾ സീമക്കൊന്നയുടെ ഇല ഇട്ടുണ്ടായിരുന്നു, അതും ഇടാൻ പറ്റുമോ? അതും ഇടാൻ പറ്റും. പക്ഷെ അതെന്ന് വെച്ചാൽ 3 ദിവസം കഴിഞ്ഞ് നമ്മൾ കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യും. അപ്പം അത് സീമക്കൊന്നതിനേക്കാൾ നല്ലത് മറ്റേ വാഴേൻ്റെ ഇല കണ്ടിച്ചിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി പവർഫുൾ ആവും കേട്ടോ. സീമക്കൊന്ന ഇട്ട് സീമക്കൊന്ന് ബെറ്റർ ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ വാഴയുടെ ഇല വെച്ച് കഴിഞ്ഞാൽ അന്ന് അച്ഛൻ പറഞ്ഞു നമ്മളൊരു 7 ദിവസമെങ്കിലും മിനിമം വെക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നു, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് അല്ലേ? അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മതി. നൈട്രജന്റെ അളവ് കൂടുതലായിട്ട് ചെടികൾ നന്നായിട്ട് പുഷ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഴയുടെ ഇല യൂസ് ചെയ്യാം, സീമക്കൊന്നയുടെ ഇല ആഡ് ചെയ്യാം. ഇതാണെങ്കിൽ നമുക്ക് 3 ഡേയ്സ് വെച്ചാൽ മതി. 3 ഡേയ്സ് കഴിഞ്ഞിട്ട് 1:3 റേഷ്യോയിൽ അതിനെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം എല്ലാ ചെടികളും, ഇന്ന ചെടികളൊന്നുമില്ല, പുഷ്പിക്കുന്ന എല്ലാ ചെടികൾക്കും വളരെ നല്ലതാണ്, ബെറ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു. അങ്ങനെയൊന്ന് ക്രിയേറ്റ് ചെയ്യാം, ഒന്നുമില്ല, നത്തിങ്. ഇത് നമ്മൾ പിണ്ണാക്കിടുന്നു. ഓക്കെ, ഈ 2 കടലവെള്ളവും കഞ്ഞിവെള്ളവും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇതൂടെ ഒഴിക്കാം, ഇത് കുറച്ച് വേണ്ടി. അപ്പം നമ്മൾ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് എടുത്ത് വെക്കുകയുള്ളൂ അല്ലേ 3 ദിവസത്തേക്ക്? ഇത് മൊത്തത്തിൽ ഇപ്പോൾ 2 ലിറ്റർ സാധനമുണ്ട്. ഇതിൽ നമ്മളൊരു 6 ലിറ്റർ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് 1:3 റേഷ്യോയിൽ 6 ലിറ്റർ അല്ലേ? അപ്പം മൊത്തം ഒരു 8 ലിറ്റർ ആവും. ഇത് 2 ലിറ്ററും 6 ലിറ്റർ വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെടികൾക്ക് ഏതൊക്കെ അത്യാവശ്യം വെച്ചാൽ എല്ലാ ചെടികൾക്കും അപ്ലൈ ചെയ്യാം. അത് ശരി. ഓക്കെ ഓക്കെ, പച്ചക്കറികൾക്കും അപ്ലൈ ചെയ്യാം. വളരെ നല്ല. ഓക്കെ, അപ്പം ഇന്നത്തെ വളം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കാരണം വീട്ടിലെ വേസ്റ്റുകൾ എല്ലാം വേസ്റ്റാണ്. കൂടുതൽ നമ്മൾ വെളിയിൽ കളയുന്ന വെള്ളം കൊണ്ട് നമ്മൾ വളം ഉണ്ടാക്കിയിട്ട് ചെടികളിൽ കൊടുക്കുന്നു. എക്സ്ട്രാ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 ഗ്രാം കടലപ്പിണ്ണാക്ക് മാത്രമാണ് ഇപ്പം ഞാൻ വീട്ടിലല്ലാത്ത സാധനം എടുത്ത്. ബാക്കിയെല്ലാം സാധനം. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിൽ വയ്ക്കുന്നു. കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. പിന്നെ എന്ന് പറയുമ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾ കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അയച്ചു കൊടുക്കുക. അപ്പം അച്ഛാ ഒരു ബൈ പറഞ്ഞോളൂ. ബൈ ഗൈസ്. അപ്പം നാളത്തെ വീഡിയോയിൽ കാണാം.